കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 7-ാം സർഗം കഴിഞ്ഞു. പിന്നെ സീത രാക്ഷസ സമൂഹത്തിൽ, അതായത് ശരീരം വളരെ ചടച്ച് വളരെ ദീനഭാവത്തിൽ, ശരീരത്തിൽ നിന്നും വേണ്ട പോലെ ശ്രദ്ധിക്കാതെ ദുഃഖം കൊണ്ട് മുഖം വാടി അത്യന്ത പരവശയായിട്ട് ഹാ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് രാക്ഷസന്മാരുടെ നടുക്ക് ജീവിച്ചു എന്നാണല്ലോ നമ്മൾ പറഞ്ഞാൽ അശോകവനത്തിലിരിക്കണതേ. ശ്രീ രാവണൻ കൊണ്ടുപോയി ലങ്കയിലെത്തിയെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി എന്താ വെച്ചാൽ ശ്രീരാമൻ മാരീചനെ കൊന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പോൾ സീതല്യാന്ന് കാണുന്നതൊക്കെയാണ് കേട്ടോ. ഇനി ആരണ്യകാണ്ഡം 8-ാം സർഗം ശ്രീ മഹാദേവ ഉവാച. ശിവൻ ശ്രീ പാർവതിയോട് പറയണതായിട്ട് തന്നെയാണ് എല്ലാ സർഗവും തുടങ്ങണതേ. രാമോ മായാവിനം ഹത്വാ രാക്ഷസം കാമരൂപിണം പ്രതസ്ഥേ സ്വാശ്രമം ഗന്തും തതോ ദൂരാദ്ദർശതം ആയാന്തം ലക്ഷ്മണം ദീനം മുഖേന പരിശുഷ്യത രാഘവശ്ചിന്തയാമാസ സ്വാത്മന്യേവ മഹാമതിഃ. മായാവിനം കാമരൂപിണം രാക്ഷസം ഹത്വ. ആ മായാവിയായിട്ടുള്ള രാക്ഷസനെ മീൻസ് പിന്നെ മാരീചനെ ഹനിച്ചിട്ട് അല്ലെങ്കിൽ നിഗ്രഹിച്ചിട്ട് രാമ സ്വാശ്രമം ഗന്തും പ്രതസ്ഥേ. രാമൻ ആശ്രമത്തിലേക്ക്, സ്വന്തം ആശ്രമത്തിലേക്ക് മടക്കയാത്രയായി. തതഃ ശുഷ്യത മുഖേന ആയാന്തം ദീനം ലക്ഷ്മണം ദൂരാത് ദദർശ. അപ്പോഴാണ് വളരെ ദുഃഖം തോന്നും. അങ്ങനെ വളരെ ശോഷിച്ച മുഖത്തോടു കൂടിയിട്ട് തൻ്റെ നേർക്ക് വരുന്ന ആ ലക്ഷ്മണനെ ദൂരത്ത് കണ്ടു. അതായത് ശ്രീരാമനെ അന്വേഷിച്ചു വരികയാണ് സീത പറഞ്ഞേച്ചിട്ടേ. ശബ്ദം മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ഹാ ലക്ഷ്മണ ഹാ സീത എന്നൊക്കെ അറിഞ്ഞപ്പോൾ പോവാൻ പറഞ്ഞില്ലേ. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമൻ എവിടെയാണെന്ന് അന്വേഷിച്ചു വരികയാണ്. കുറച്ച് അകലേക്ക് പോയിരുന്നല്ലോ ഈ മാനെ. അപ്പോൾ ശ്രീരാമൻ സീതയെ വിട്ട് ശ്രീരാമനെ അന്വേഷിച്ചു വരണതാണ്. അപ്പോൾ അവിടെ ഭയങ്കര ദുഃഖമായി സീത പറഞ്ഞിട്ട്. അപ്പം മുഖമൊക്കെ വാടിയിട്ടുണ്ട്. വാടിയ മുഖത്തോടു കൂടി തൻ്റെ നേരെ നടന്ന് വരുന്ന ലക്ഷ്മണനെ ദൂരത്ത് കണ്ടു. മഹാമതി രാഘവ, ആ മഹാബുദ്ധിമാനായിട്ടുള്ള ശ്രീരാമൻ സ്വാത്മനി ഏവ ചിന്തയാമാസ, തന്നെ ആത്മഗതം തന്നെ ചിന്തിച്ചു. എന്താ വിചാരിച്ച് എന്താ പറഞ്ഞ? അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ വെച്ചാൽ പിന്നെ മാരീചനെ കൊന്ന് ശ്രീരാമൻ തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് അകലെ തന്നെ വളരെ വാടിയ മുഖത്തോടു കൂടി ലക്ഷ്മണൻ തൻ്റെ നേരെ നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ ഇപ്രകാരം ആലോചിച്ചു. എന്താ ഇനി ശ്രീരാമൻ്റെ ആലോചനയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 വായിച്ച് 3-ലേക്ക് പോവാം. രാമോ മായാവിനം ഹത്വാ രാക്ഷസം കാമരൂപിണം പ്രതസ്ഥേ സ്വാശ്രമം ഗന്തും തതോ ദൂരാദ്ദർശതം ആയാന്തം ലക്ഷ്മണം ദീനം മുഖേന പരിശുഷ്യത രാഘവശ്ചിന്തയാമാസ സ്വാത്മന്യേവ മഹാമതി. ലക്ഷ്മണസ്തന്ന ജാനാതി മായാസീതാം മയാ കൃതാം ജ്ഞാത്വാപ്യേനം വഞ്ചയിത്വാ ശോചാമി പ്രാകൃതോ യഥാ മയാ കൃതാം മായാസീതാം തദ് ലക്ഷ്മണഃ ന ജാനാതി. ഞാൻ ശരിക്കുള്ള സീതയോട് അഗ്നിയിൽ മറഞ്ഞിട്ട് മായാസീതയായിട്ട് അവിടെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞ കാര്യം ലക്ഷ്മണൻ അറിയില്ല. അതാണ് ലക്ഷ്മണഃ ന ജാനാതി. അവിടെ ഇരിക്കണത് മായാസീതയായിരുന്നു എന്ന് ലക്ഷ്മണൻ അറിയില്ല. ജ്ഞാത്വ അഭി, ഞാൻ അറിഞ്ഞാലും ഏനം വഞ്ചയിത്വ, ഇവനോട് പറയാതെ അവനെ വഞ്ചിച്ചിട്ട് പ്രാകൃതഹായത, സാധാരണ ജനങ്ങളെപ്പോലെ ശോചാമി, ഞാൻ ദുഃഖം നടിക്കണം, തന്നെ വിചാരിക്കണം ശ്രീരാമനെ സീതോട് അഗ്നിയിൽ, ശരിക്കുള്ള സീതോട് അഗ്നിയിൽ ഒളിച്ചിട്ട്
അഗ്നിയിൽ അപ്രത്യക്ഷമാവാൻ പറഞ്ഞു, അവൾ അഗ്നിയിൽ ഒളിക്കാൻ പറഞ്ഞിട്ട് മായാസീതയായിട്ടിരുന്നോളൂ പറഞ്ഞുല്ലോ. അപ്പം ശരിക്കുള്ള സീത അവിടെ ഇല്ല, മായാസീതയാണത്. പക്ഷെ ലക്ഷ്മണൻ അതറിയില്ല. അപ്പോൾ വിചാരിച്ചു ലക്ഷ്മണനോട് ഇപ്പോൾ പറഞ്ഞാൽ പറ്റില്ല, ലക്ഷ്മണനെ ഇപ്പോൾ ഒരു തരത്തിൽ വഞ്ചിക്കുക, മീൻസ് പറയാതിരിക്കുക തന്നെയാണ് നല്ലത്. എന്നിട്ട് ഞാൻ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടാൽ, വളരെ ഇഷ്ടമുള്ള ഭാര്യ നഷ്ടപ്പെട്ടാൽ എത്ര ദുഃഖം ഉണ്ടാവില്ലേ, അതുപോലെ നടിക്കുക തന്നെയാണ് വേണ്ടത് ഞാൻ. കാരണം എൻ്റെ അവതാരോദ്ദേശം നിർവഹിക്കണമല്ലോ എന്ന് തീർച്ചയാക്കിയതാണ്. ലക്ഷ്മണസ്തന്ന ജാനാതി മായാസീതമ്മയാ കൃതം ജ്ഞാത്വാപ്യേനം വഞ്ചയിത്വാ ശോചാമി പ്രാകൃതോ യഥാ, പ്രാകൃതന്മാരെ പോലെ ശോചിക്കാൻ തീർച്ചയാക്കി, അല്ലെങ്കിൽ ദുഃഖിക്കാൻ. യദ്യഹം വിരതോ ഭൂത്വാ തൂക്ഷ്ണീം സ്ഥാസ്യാമി മന്ദിരേ തഥാ രാക്ഷസകോടീനാം വധോപായ കഥം ഭവേത്. അതാണ് വിരതം ഭൂത്വ. ഇതൊന്നൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് മായാസീതയാണ് പോയാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. മന്ദിരേ തൂക്ഷ്ണീം സ്ഥാസ്യാമി യതി, ആശ്രമത്തിൽ ഞാൻ മിണ്ടാതെ, തൂഷ്ണീം പറഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക, മായാസീതയല്ലേ കൊണ്ടുപോയോ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? തഥാ രാക്ഷസക്കോടീനാം വധോപായ. അപ്പം എങ്ങനെയാണ് അനേക കോടി രാക്ഷസന്മാരെ വധിക്കുക? അതിനുള്ള അവസരം കഥം ഭവേത്, എങ്ങനെ ഭവിക്കും? ഞാനിപ്പോൾ മായാസീതയാണ്, അവൾ പോയാൽ പോട്ടെ എന്ന് മിണ്ടാണ്ട് ആശ്രമത്തിൽ 14 കൊല്ലം വേണമല്ലോ, ആശ്രമത്തിൽ അത് കഴിയണവരെ മൗനം പ്രാപിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? രാക്ഷസന്മാരെ വധിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രവർത്തിക്കുക തന്നെ വേണം, തീർച്ചയായിട്ടും. യദ്ദേഹം, ശ്രീരാമന് ഒരു വിഷമമില്ല കേട്ടോ, ശ്രീരാമൻ വിഷമങ്ങൾക്ക് അതീതനാണ്, പക്ഷെ നടിക്കുകയാണ് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ. യദ്യഹം വിരതോ ഭൂത്വാ തൂക്ഷ്ണീം സ്ഥാസ്യാമി മന്ദിരേ തഥാ രാക്ഷസകോടീനാം വധോപായ കഥം ഭവേത്. യദി ശോചാമി താം ദുഃഖസന്തപ്തഃ കാമുകോ യഥാ തഥാ ക്രമേണാനുചിന്വൻ സീതാം യാസ്യേ സുരാലയം. അസുരാലയം. ദുഃഖസന്തപ്ത കാമുക യഥ, ദുഃഖം കൊണ്ട് വിവശനായിട്ടുള്ള ഒരു കാമുകൻ എങ്ങനെയാണോ, യതി ചോചാമി, അതുപോലെ ഞാൻ വ്യസനിക്കണം. സാധാരണ ഒരു കാമുകി നഷ്ടപ്പെട്ടാൽ എത്ര ദുഃഖം ഉണ്ടാവും, അതുപോലെ ഞാൻ ദുഃഖിക്കണം. തഥാ ക്രമേണ താം അനുചിന്വൻ, ക്രമത്തിൽ ഞാൻ അവളെ തിരയണം. എന്നിട്ട് എന്നാലല്ലേ തിരയാൻ പറ്റുള്ളൂ, ദുഃഖലിങ്ക് തിരയാൻ പറ്റുമോ? കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് കാണിക്കണം. കാമുകി പോയാൽ അത്ര ദുഃഖം ഭാവിച്ച് അവളെ തെരഞ്ഞ് കണ്ടുപിടിച്ചേ ഇരിക്കൂ എന്നുള്ള വാശിയൊക്കെ കാണിച്ച് അസുരാലയം യസ്യേ, ആ അസുരന്മാരുടെ രാജ്യത്തേക്ക് എത്തണം അല്ലേ, അല്ലാതിരുന്നാൽ പറ്റില്ല. ദുഃഖപരവശനാണെന്ന് കാണിച്ച് ആ കാമുകിയെ കണ്ടുപിടിക്കണമെന്ന് നല്ല ദൃഢനിശ്ചയത്തോടു കൂടി ലക്ഷ്മണനോട് കൂടിയിട്ട് എനിക്ക് അസുരാലയത്തിൽ എത്തണം എന്ന് പറഞ്ഞു വെച്ചാൽ ലങ്കയിലെത്തണം. യതി ശോചാമി താം ദുഃഖസന്തപ്ത കാമുകോ യഥാ തഥാ ക്രമേണാനുചിന്വൻ സീതാം യാസ്യേ അസുരാലയം. ഇനി അടുത്ത ശ്ലോകം 6, 7, 8 ഒരുമിച്ച് നമുക്ക് ചെയ്യാം. രാവണം സകുലം ഹത്വാ സീതാമഗ്നൗ സ്ഥിതാം പുനഃ മയൈവ സ്ഥാപിതാം നീത്വാ യാതായോധ്യാമതന്ത്രിതഃ അഹം മനുഷ്യഭാവേന ജാതോസ്മി ബ്രാഹ്മണാർത്ഥിത മനുഷ്യഭാവമാപന്ന കിഞ്ചിൽ കാലം വസാമി കൗ തതോ മായാ മനുഷ്യസ്യ ചരിതം മേ അനുശൃണ്വതാം എന്നാണ് കേട്ടോ. മുക്തി സ്യാദപ്രയാസേന ഭക്തിമാർഗാനുവർത്തിനാം നിശ്ചിത്യൈവം തഥാ ദൃഷ്ട്വാ ലക്ഷ്മണം വാക്യമബ്രവീത്. അതായത് ലോകമംഗളത്തിന് തന്നെയാണ് അതൊക്കെ ചെയ്യണതെന്ന് ഇപ്പോൾ വരും ഇതിൽ കണ്ടോളൂ കേട്ടോ. എന്താ അറിയോ? രാവണം സകുലം ഹത്വ, രാവണനെ കുലത്തോടുകൂടി നശിപ്പിച്ചിട്ട് മയായേവ അഗ്നൗ സ്ഥാപിതാം സീതാം പുനഃ നീത്വ, എന്നിട്ട് എന്താണ് അഗ്നിപ്രവേശം ചെയ്ത് സീതയെ സ്വീകരിച്ച് ഞാൻ അതന്ത്രിത അയോധ്യാം യാത, നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് അയോധ്യയിലേക്ക് പോകണം ഞാൻ. അതായത് രാവണനെ വധിച്ച് സീതയുടെ പരിശുദ്ധി അഗ്നി പരീക്ഷ കൊണ്ട് നടത്തി സീതയെ സ്വീകരിച്ച് എനിക്ക് അയോധ്യയിലേക്ക് പോകണം. എന്നിട്ടോ ബ്രഹ്മണ അർത്ഥിത അഹം, ബ്രഹ്മാവിനാൽ എന്നോട് പറഞ്ഞതാണല്ലോ
ഇങ്ങനെ മനുഷ്യജന്മം എടുത്താലേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ആയിട്ട് അവതരിച്ചതൊക്കെ. ആ മനുഷ്യഭാവം ആപന്നഹ ജാത അസ്മി, ആ മനുഷ്യഭാവത്തെ ബ്രഹ്മാവിൻ്റെ അർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പം മനുഷ്യനായി ജനിച്ചത്. എന്നിട്ട് രാവണനെ കൊന്നിട്ട് അങ്ങനെ കിഞ്ചിൽ കാലം കൗവസാമി, കുറച്ചു കാലം കൂടി ഞാൻ ഈ ഭൂമിയിൽ വസിക്കും. എന്നിട്ടോ എന്താ കാരണം വെച്ചാൽ തതഹ മായാമനുഷ്യസ്യ മേ ചരിതം, അത് കാരണം മായാമനുഷ്യനായിട്ടുള്ള എൻ്റെ ഈ കഥകൾ ചരിത്രം എന്താ ഗുണം അങ്ങനെ താമസിച്ചാൽ എൻ്റെ ഈ ചരിത്രത്തെ ശൃണ്വതാം ഭക്തി മാർഗാനുവർത്തിനാം, ഇത് ഈ എൻ്റെ രാമകഥ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ കഥ കേൾക്കണ. ശൃണ്വതാം ആര്? ഭക്തിമാർഗത്തെ അനുസരിക്കുന്നവർക്കെന്ന്, ഭക്തന്മാർക്ക് എൻ്റെ ഈ കഥ കേൾക്കണ ഭക്തന്മാർക്ക് അപ്രയാസേന മുക്തി സ്യാത്, പ്രയാസമില്ലാതെ മുക്തി ലഭിക്കും. ഏവം നിശ്ചിത്യ, ഇത്രപ്രകാരം നിശ്ചയിച്ചിട്ട് തഥാ ലക്ഷ്മണം ദൃഷ്ട്വ, ലക്ഷ്മണനെ കണ്ടിട്ട് വാക്യം അബ്രവീത്. ഇതൊക്കെ ലക്ഷ്മണൻ്റെ അടുത്ത് എത്തണേൻ്റെ മുമ്പ് വിചാരിക്കണതാട്ടോ. ലക്ഷ്മണൻ തൻ്റെ നേരെ അങ്ങനെ നടന്നു വരുന്നുണ്ടേ, ദുഃഖഭാവത്തോടുകൂട്ട് പറഞ്ഞില്ലേ. അപ്പം ലക്ഷ്മണൻ്റെ അടുത്ത് എത്തണേൻ്റെ മുമ്പേ എങ്ങനെയൊക്കെയാണ് ലക്ഷ്മണനോട് പെരുമാറേണ്ടതെന്ന് തീർച്ചയാക്കുകയാണ്. അതാണ് അപ്പോൾ ഇതിൽ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ രാവണനെ കുലത്തോടു കൂടിയിട്ട് നിഗ്രഹിച്ച ശേഷം അഗ്നി പരീക്ഷ നടത്തി സീതയെ രണ്ടാമതും ഞാൻ സ്വീകരിക്കും. എന്നിട്ട് ഞാൻ സീതയോടുകൂടി അയോധ്യയിലേക്ക് വരും. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ മനുഷ്യഭാവം സ്വീകരിച്ചത്. അങ്ങനെ ആ മനുഷ്യനായി തന്നെ കുറച്ചുപോലും കാലം ഞാൻ ഭൂമിയിൽ വസിക്കും. എന്നിട്ട് അപ്പം എന്താ വെച്ചാൽ ഈ എൻ്റെ മായാമനുഷ്യനായിട്ടുള്ള എൻ്റെ ഈ കഥകളൊക്കെ എപ്പോഴും ഭക്തന്മാരെ കേൾക്കും, ശ്രവണം ചെയ്യും. അങ്ങനെ അവർക്ക് പ്രയാസം കൂടാതെ മുക്തി ലഭിക്കും. അതായത് പരമപുരുഷാർത്ഥമായിട്ടുള്ള മുക്തി അവർക്ക് ലഭിക്കും. അപ്പോൾ അത് ലോകമംഗളത്തിനാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ശ്രീരാമനെ ഇങ്ങനെ ഭഗവാൻ മനസ്സിൽ നിശ്ചയിച്ചിട്ട് അപ്പോഴേക്കും ലക്ഷ്മണൻ്റെ അടുത്തെത്തി. അപ്പം ലക്ഷ്മണനെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പം ഞാൻ 6, 7, 8 വായിക്കാം, എന്നിട്ട് 9 പോവാം. രാവണം സകുലം ഹത്വാ സീതാമഗ്നൗ സ്ഥിതാം പുനഃ മയൈവ സ്ഥാപിതാം നീത്വാ യാതായോധ്യാമതന്ത്രിതഃ അഹം മനുഷ്യഭാവേന ജാതോസ്മി ബ്രഹ്മണാർത്ഥിതം മനുഷ്യഭാവമാപന്ന കിഞ്ചിത് കാലം വസാമി കൗ യതോ മായാമനുഷ്യസ്യ ചരിതം മേ അനുശൃണ്വതാം മുക്തി സ്യാദ് അപ്രയാസേന ഭക്തിമാർഗാനുവർത്തിനം നിശ്ചിത്യൈവം തഥാ ദൃഷ്ട്വാ ലക്ഷ്മണം വാക്യമബ്രവീത്. ലക്ഷ്മണനോട് പറഞ്ഞു. 9 കിമർത്ഥമാഗതോസി ത്വം സീതാം ത്യക്ത്വാ മമ പ്രിയാം നീതാവാദ് ഭക്ഷിതാവാഭി രാക്ഷസൈർജനകാത്മജ മമ പ്രിയാം സീതാം ത്യക്ത്വാ, എൻ്റെ പ്രിയപ്പെട്ട സീതയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് ത്വം കിമർത്ഥമാഗത അസി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സീതയെ രക്ഷിച്ച് നിൽക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പോൾ സീതയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ജനകാത്മജ രാക്ഷസൈഹി നീത ഭക്ഷിതാവ, ഈ ജാനകി അതായത് സീത രാക്ഷസന്മാരാൽ കൊണ്ടുപോകപ്പെടുകയോ അല്ലെങ്കിൽ ഭക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒറ്റയ്ക്കാക്കിയാലേ, കാടല്ലേ, ഭയങ്കര കാടാണ്, നിറച്ച് രാക്ഷസന്മാരുണ്ട്. ദണ്ഡകാണ് വനെന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ്, നിറച്ച് രാക്ഷസന്മാരാണ്. അപ്പം ചോദിക്കുകയാണ്, എൻ്റെ പ്രിയ പ്രാണപ്രിയായിട്ടുള്ള സീതയെ നീ ഒറ്റയ്ക്കാക്കിയിട്ട് വിട്ടിട്ട് നീ എന്തിനാ പങ്കിട്ട് വന്നത്? ജാനകിയെ രാക്ഷസന്മാർ കൊണ്ടുപോവുകയെ ഭക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു. പാവൻ ലക്ഷ്മണൻ ഒന്നും കൂടി വിഷമായി. എന്താ ചെയ്യാല്ലേ, വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. കിമർത്ഥമാഗതോസി ത്വം സീതാം ത്യക്ത്വാ മമ പ്രിയാം നീതാവാ ഭക്ഷിതാവാഭി രാക്ഷസൈർജനകാത്മജ. ഇനി നമുക്ക് 10, 11, 12, 13 ഒന്നിച്ചാതാ ഞാൻ ചെയ്യാം. ലക്ഷ്മണ പ്രാഞ്ജലി പ്രാഹ സീതായാ ദുർവചോരുദൻ ഹാ ലക്ഷ്മണീതി വചനം രാക്ഷസോക്തം ശ്രുതം തയാ ത്വദ്വാക്യസദൃശം ശ്രുത്വാ മാം ഗച്ഛേതി ത്വരാ അബ്രവീത്.
രുദതി സാ മയാ പ്രോക്ത ദേവി രാക്ഷസഭാഷിതം. പാവം സീത ചുണ്ടിരുത്തൂലോ. നേദം രാമസ്യ വചനം സ്വസ്ഥാ ഭവ ശുചിസ്മിതേ ഇത്യേവം സ്വാന്തിദാ സാധ്വി മയാ പ്രോവാച മാം പുനഃ യദുക്തം ദുർവചോ രാമ ന വാച്യം പുരതസ്തവ കർണൗ പിധായ നിർഗത്യ യാതോഹം ത്വം സമീക്ഷിതും. ലക്ഷ്മണ പ്രാഞ്ജലി രുദൻ. ലക്ഷ്മണൻ കൈകൂപ്പിയവനായിട്ടും രോദനം ചെയ്യുന്നവനുമായിട്ട്. ലക്ഷ്മണ പ്രാഞ്ജലി രുദൻ, കരഞ്ഞും കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് സീതയാഹ ദുർവച പ്രാഹ, സീതയുടെ ദുർവാക്കിനെ, അതായത് സീത തന്നോട് പറഞ്ഞ അധിക്ഷേപ വാക്കുകളെപ്പറ്റി പറഞ്ഞു. രാക്ഷസോക്തം ഹാ ലക്ഷ്മണ ഇതി വചനം തയാ ശ്രുതം. രാക്ഷസനാൽ പറയപ്പെട്ട ഹാ ലക്ഷ്മണ എന്ന വചനം അവളാൽ ശ്രവിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മാരീചൻ ഹാ ലക്ഷ്മണ എന്ന് വിളിക്കത് സീത കേട്ടു. ത്വദ്വാക്യ സദൃശം ശ്രുത്വ, അങ്ങയുടെ വാക്കാണെന്ന് വിചാരിച്ചിട്ട്, അത് അങ്ങയുടെ വാക്ക് പോലെ തോന്നിക്കുന്ന വിധത്തിലാണ്, അങ്ങയുടെ ശബ്ദത്തിലാണ് മാരീചൻ കരഞ്ഞതേ. അപ്പം അങ്ങയുടെ വാക്കാണെന്ന് വിചാരിച്ചിട്ട് ഗച്ഛ ഇതി ത്വര മാം അബ്രവീത്, എന്നോട് വേഗം പോവാൻ പറഞ്ഞു. രുദതി സ മയാ പ്രോക്ത, അപ്പം എന്നിട്ട് കരയാൻ തുടങ്ങി സീത. അപ്പം കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പറയപ്പെട്ടു. എന്താ ഞാൻ പറഞ്ഞത്? ദേവി ഇതം രാക്ഷസഭാഷിതം ന രാമസ്യ, ഇത് രാക്ഷസൻ്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ രാക്ഷസൻ്റെ കരച്ചിലാണ്, ഇത് രാമൻ്റേതല്ല എന്ന് ഞാൻ പറഞ്ഞു. ശുചിസ്മിതയെ സ്വസ്ഥാഭവ, ഒന്നും പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത്യവം മയാ സാന്തിദാ സാധ്വി, ഇങ്ങനെ ഞാൻ സമാധാനിപ്പിച്ചപ്പോൾ ആ പതിവ്രത, സാധ്വി എന്ന് പറഞ്ഞു അല്ല, പതിവ്രത എന്ത് ചെയ്തു? പുനഃ യത് ദുർവചഃ മാം പ്രോവാച, പിന്നെ എന്നോട് വളരെ നീചമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. രാമ തവ പുരതഃ ന വാച്യ, എനിക്ക് ആ സീത പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റില്ല, അത്ര ചീത്ത വാക്കുകളാണ് പറഞ്ഞത്. അതൊന്നും അങ്ങ് കേൾക്കാൻ അർഹനല്ല. അങ്ങയുടെ മുമ്പിൽ എനിക്കത് പറയാനുള്ള ആ വാക്കുകൾ അങ്ങയുടെ മുമ്പിൽ പറയാൻ യോഗ്യമല്ല. കർണൗ പിഥായ, എൻ്റെ കർണങ്ങളെ പൊത്തിയിട്ട്, ഞാൻ പിഥായ പറഞ്ഞാൽ ഞാൻ ചെവി പൊത്തിയിട്ട്, ത്വാം സമീക്ഷിതും അഹം നിർഗത്യായാത, ഞാൻ ചെവി പൊത്തിയിട്ട് കേൾക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അങ്ങേ അന്വേഷിച്ച് വരികയാണ് എന്ന് പറഞ്ഞു. അതായത് എന്തിനു നീ വന്നാൽ ചോദിച്ചില്ലേ? അപ്പം സീത എന്താ പറഞ്ഞറിയോ? ലക്ഷ്മണന് സങ്കടമായി ചോദിക്കുമ്പോൾ തന്നെ കരഞ്ഞും കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാക്ഷസൻ പറഞ്ഞില്ലേ ഹാ ലക്ഷ്മണ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് സീതാദേവി കേട്ടു. അത് അങ്ങയുടെ വാക്ക് പോലെ ഇരിക്കണമെന്ന് തോന്നിയിട്ട് ഉടനെ എന്നോട് വേഗം പോയി സഹായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് കരയാൻ തുടങ്ങി സീത. അപ്പം ഞാൻ പറഞ്ഞു, ഏയ് ദേവി, ഇത് രാമൻ്റെ വാക്കുകളല്ല, രാക്ഷസൻ കളിപ്പിക്കാൻ പറയണതാണ് എന്ന് ഞാൻ സമാധാനമായി ഇരിക്കുമെന്ന് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ദേവി പറഞ്ഞ ദുർവാക്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയാൻ യോഗ്യമല്ല. അപ്പം ഞാൻ ചെവി രണ്ടും പൊത്തി അങ്ങയെ കാണാൻ വരികയാണ് എന്ന് പറഞ്ഞു. ഉണ്ടായ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ലക്ഷ്മണ പ്രാഞ്ജലി പ്രാഹ സീതായ ദുർവചോരുദൻ ഹാ ലക്ഷ്മണേതി വചനം രാക്ഷസോക്തം ശ്രുതം തയാ തദ്വാക്യസദൃശം ശ്രുത്വാ മാം ഗച്ഛേതി ത്വരാബ്രവീദ് രുദ്രതി സാ മയാ പ്രോക്ത ദേവി രാക്ഷസഭാഷിതം നേദം രാമസ്യ വചനം സ്വസ്ഥാ ഭവ ശുചിസ്മിതേ ഇത്യേവം സാന്ത്വിതാ സാധ്വി മയാ പ്രോവാച മാം പുനഃ യദുക്തം ദുർവചോ രാമ ന വാച്യം പുരതസ്തവ കർണൗ പിധായ നിർഗത്യ യാതോഹം ത്വാം സമീക്ഷിതും. പാവല്ലേ ലക്ഷ്മണനീശ്വര. ഇനി 14 15 വായിക്കാം. രാമസ്തു ലക്ഷ്മണം പ്രാഹ തഥാപ്യനുചിതം കൃതം ത്വയാ സ്ത്രീഭാഷിതം സത്യം കൃത്വാ ത്യക്ത്വാ ശുഭാനനാം നീതാവാ ഭക്ഷിതാ വാപി രാക്ഷസൈർനാത്ര സംശയ ഇത് ചിന്താപരോ രാമസ്വാശ്രമം ത്വരിതോ യയൗ തത്താ ദൃഷ്ട്വാ ജനകജം വിലലാപാതിദുഃഖിതഃ. തഥാപി എന്നാലും സ്ത്രീഭാഷിതം, ഒരു സ്ത്രീ പറഞ്ഞതിനെ സത്യം കൃത്വ, സത്യം എന്ന് വിചാരിച്ചിട്ട്
ശുഭാനനാം ത്യക്ത്വ, ആ സ്ത്രീയെ ത്യജിച്ചിട്ട് ത്വയാ അനുചിതഃ കൃതം, നീ ചെയ്തത് ശരിയായില്ല. സ്ത്രീകളുടെ വാക്കിനെ മുഴുവൻ കേൾക്കുകയ്യ, അവർ ചപലകളാണ് എന്ന് പറയാണ്. രാക്ഷസൈഹി നീത വാ ഭക്ഷിത അഭി വാന്ന, അത്ര സംശയ, രാക്ഷസന്മാരെ കൊണ്ടുപോവേ ഭക്ഷിക്കുക ചെയ്തിരിക്കും, ഒരു സംശയമില്ല എനിക്ക്. ഇത് ചിന്താപരഹ രാമ, ഇപ്രകാരം പറഞ്ഞ് ചിന്താപരനായിട്ടുള്ള രാമൻ ത്വരിതം സ്വാശ്രമം യയൗ, വേഗം തൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു. തത്ര ജനകജാം അദൃഷ്ട്വ, ജനകജെ തത്ര ആദൃഷ്ട്വ എന്ന് പറഞ്ഞില്ലേ, ജനകജെ അതായത് സീതയെ കാണാതെ അതിദുഃഖിത വിലലാപ, അതിദുഃഖിതനായിട്ട് വിലപിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നീ ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് നീ ഇത് ചെയ്തത് ഉചിതമായില്ല. കാരണം സ്ത്രീകൾ ചപലകളാണ്, അവരങ്ങനെ ആ വികാരാവേശം കൊണ്ട് പറഞ്ഞാലും നീ അവളെ വിട്ട് പോരാൻ പാടില്ലായിരുന്നു. നീ ചെയ്തത് ഉചിതമായില്ല. കാരണം അത്ര ശരിയാണ്, അത് കേൾക്കാൻ വയ്യാത്ത വാക്കുകളൊക്കെ പറഞ്ഞു. എങ്കിലും ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞാൽ മുഴുവൻ കേൾക്കേണ്ട ആവശ്യമില്ല, അവളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിൽക്കുക തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് പറഞ്ഞു. എന്നിട്ട് പിന്നെ വേഗം ആശ്രമത്തിലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ എന്നിട്ട് പറഞ്ഞു, എന്തായാലും രാക്ഷസന്മാർ ഒന്നുകിൽ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ് എനിക്കത്. അത്ര രാക്ഷസന്മാരുണ്ടാവും. രാക്ഷസന്മാർ അപ്പം ഈ ഉള്ള സൂത്രമാണല്ലോ അപ്പോൾ അതങ്ങനെ കരഞ്ഞതേ, അതൊക്കെ ശ്രീരാമനറിയാലോ. അപ്പോൾ പറഞ്ഞു ഭക്ഷിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. വേഗം ആശ്രമത്തിൽ പോയി നോക്കിയില്ലേ, ശ്രീരാമൻ പറഞ്ഞത് ശരി, സീതയെ കാണാനില്ല അവിടെ. എന്നിട്ട് വളരെ ദുഃഖിതനായിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ആ 2 വായിക്കാട്ടോ. രാമസ്തു ലക്ഷ്മണം പ്രാഹ തഥാപ്യനുചിതം കൃതം ത്വയാ സ്ത്രീഭാഷിതം സത്യം കൃത്വാ ത്യക്ത്വാ ശുഭാനനാം നീതാ വാ ഭക്ഷിതാ വാപി രാക്ഷസൈർനാത്ര സംശയ ഇത് ചിന്താപരോ രാമ സ്വാശ്രമം ത്വരിതോ യയൗ തത്ര ആദൃഷ്ട്വാ ജനകജാം വിലലാപാതി ദുഃഖിതഃ. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. ഇനി 16 തൊട്ട് അടുത്ത ദിവസം ചെയ്യാം. അതായത് സ്ത്രീ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സ്ത്രീയുടെ ആ ചാബല്യത്തിനെ മനസ്സിലാക്കിയിട്ട് നീ പോരാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. ഇപ്പം അവിടെ എന്തായാലും ഒന്നുകിൽ കൊണ്ടുപോയിണ്ടാവും, ഭക്ഷിച്ചിരിക്കും, പറഞ്ഞ പോലെ കാണാനും ഇല്ല. അപ്പം രാമൻ സാധാരണ പ്രാകൃതന്മാരെ പോലെ വാവിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.